ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ലോകകപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നമ്മളെ ഫിഫ ഏറ്റവും മികച്ച നല്ല 11 പുറത്തു വിട്ടിട്ടുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലോകകപ്പിലെ ഫിഫ 11 പ്രഖ്യാപിച്ചു. 11 ഇടം പിടിച്ച് ഹാളൻഡും റോഡ്രിയും. ഫുട്ബോൾ ലോകത്തിന് പിന്നാലെ ഡ്രീം 11 പ്രഖ്യാപിച്ച് ഫിഫ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ വോട്ടിലൂടെ തിരഞ്ഞെടുത്ത മികച്ച 11 പേരുടെ ടീം ഓഫ് ദി വീക്ക് ടൂർണമെൻറ്റ് കഴിഞ്ഞ ദിവസം ഫിഫ പ്രഖ്യാപിച്ചു. പിന്നെ അതിൽ ഗോൾ കീപ്പറായിട്ട് കേപ്പ് വെർഡയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച അവരുടെ മുസിഞ്ഞ എന്ന് പറയുന്ന താരമാണ് അവരുടെ ഈ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. പിന്നെ ഡിഫൻസിലേക്ക് വരുന്നുണ്ട് പെഡ്രോ പോറോ, പിന്നെ സ്പെയിൻ്റെ പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, അർജൻറ്റീനയുടെ താരം. പിന്നെ ഫ്രാൻസിൻ്റെ ഒരു ഡിഫൻഡറുണ്ട്, പേരെനിക്കും അങ്ങോട്ട് സെറ്റാകുന്നില്ല. പിന്നെ സ്പെയിൻ്റെ കുക്കുറല എന്ന് പറയുന്ന ആ ഒരു ഫൈനലെല്ലാം റോളും കാഴ്ചവെച്ച ആ ഒരു താരം സ്പെയിൻ്റെ. പിന്നെ റോഡ്രി, ഗോൾഡൻ ബോൾ വിന്നർ റോഡ്രി, സ്പെയിൻ്റെ മധ്യനിരയിലെ യന്ത്രം. പിന്നെ മൈക്കിൾ ഒലീസെ, ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിരയിലെ കുന്തമുന. പിന്നെ മിഡ്ഫീൽഡിലും എല്ലാം പിന്നെ ബെല്ലിംഗ്ഹാം, ഇംഗ്ലണ്ടിനെ അവരെ സെമി ഫൈനലിൽ എത്തിച്ചതിൽ ഒരു റോള് വഹിച്ച ഒരു മിഡ്ഫീൽഡറാണ് ബെല്ലിംഗ്ഹാം. പിന്നെ മുന്നേറ്റത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എംബാപ്പെ, ഫ്രാൻസിൻ്റെ എംബാപ്പെ, പിന്നെ നോർവേയുടെ ഹാളൻഡ്, പിന്നെ എല്ലാമായ മെസ്സി, അർജൻറ്റീനയുടെ ആരാധകരുടെ എല്ലാം മെസ്സി എന്നറിയപ്പെടുന്ന ലയോണൽ മെസ്സി. ഇത്രയും പേരാണ് അവരുടെ ടീം ഓഫ് 11 ഇടം പിടിച്ച താരങ്ങൾ. അന്നേരം ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.